പ്രളയക്കെടുതിയിൽ മുങ്ങി ആറന്മുള രാത്രി വൈകിയും തുടർന്ന് മഴ രാവിലെ തോർന്നതിന് പിന്നാലെ ഉച്ചയോടെ വീണ്ടും കനത്തു. അന്തരീക്ഷം തെളിഞ്ഞിട്ടും നിലയൊഴിയാ തീരമായി ആറന്മുളയിലെ ജലനിരപ്പ്. പമ്പ കരകവിഞ്ഞതിന് പിന്നാലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട വീടുകളിൽ ഇരിപ്പായവരെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ എത്തിയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇനിയും വീടുകളിൽ ഒഴിയാതെ 2 നിലയിൽ തുടരുന്നവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. നാളെയും മറ്റന്നാളും നടത്താനിരുന്ന ആറന്മുള വഴിപാട് വള്ളസദ്യകൾ മാറ്റിവെച്ചു. രാവിലെ തുള്ളിക്കൊരു കുടമെന്ന മട്ടിലെ മഴ 5 മണിക്കൂർ നേരം വെയിലിന് വഴിമാറിയപ്പോൾ ആശ്വാസം ചെറുതായിരുന്നില്ല. 2 മണി പിന്നിട്ടതോടെ വീണ്ടും മഴ കനത്തു. പമ്പയുടെ ഇരുകരകളും കവിഞ്ഞ് കൂടുതൽ വെള്ളം ആറന്മുളയും മല്ലപ്പുഴശ്ശേരി ഭാഗങ്ങളിലേക്കും ഒഴുകിയെത്തി. വീടുകളിൽ കുടുങ്ങിയവരെ തിരികെ എത്തിക്കുക ശ്രമകരമായിരുന്നു. സുരക്ഷാ കരുതലും മുന്നൊരുക്കങ്ങളും ഫലപ്രദമെന്ന് MLA. പക്ഷേ ആറന്മുളയുടെ പ്രത്യേകത ഈ വെള്ളം സെറ്റിലാവാൻ 2 ദിവസം എടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലിട്ട് പിന്നീട് ടോപ്പപ്പ് ചെയ്ത് വെള്ളം വന്നാൽ വീണ്ടും നമുക്ക് ഈ ഗുരുതരമായ സാഹചര്യം ഉണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് ഇത് സെറ്റിലാവും. ക്യാമ്പുകളിൽ നിന്ന് ആളുകൾക്ക് വീട്ടിലേക്ക് ക്ലീൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. നിരവധി മത്സ്യബന്ധന ബോട്ടുകളുടെ സഹായത്തോടെയാണ് ആറന്മുളയിലെ വീടുകളിൽ ഒറ്റപ്പെട്ടവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയത്. വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും കിടപ്പ് രോഗികളെ ആശുപത്രിയിലേക്കും മാറ്റി. ആറന്മുള മേഖലയിൽ പലയിടത്തും 3 ദിവസമായി വൈദ്യുതി ബന്ധമില്ലാത്തതും പ്രതിസന്ധിയാണ്. മനോരമ ന്യൂസ്, ആറന്മുള.